ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ചൈതന്യ ശാശ്വത ശാന്തോ വ്യോമാതീതോ നിരഞ്ജനഃ ബിന്ദുനാദകലാതീത തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം തുടർച്ച 21-ാം ഭാഗം. വസൂരിയുമായി ഒരു സൗഹൃദം. മാടനാശാനും കുട്ടിയമ്മയ്ക്കും അമ്മാവന്മാർക്കും നാണുവിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും ആശങ്കയും നാൾക്കുനാൾ കൂടിക്കൂടി വന്നു. ദേശാടനത്തിനിടയിൽ നാണു വയൽവാരത്തെത്തുക വല്ലപ്പോഴുമൊക്കെയായി. എങ്കിലും കുട്ടിയമ്മ ദിവസവും അത്താഴവും വിളമ്പി കാത്തുകാത്തിരിക്കുമായിരുന്നു. രാവേറെ ചെന്നിട്ടും നാണുവിനെ കാണാതാവുമ്പോൾ നിരാശയോടെ ആ അമ്മ ചെന്ന് കിടക്കുകയായിരുന്നു പതിവ്. അതിപ്പോൾ കുട്ടിയമ്മയ്ക്ക് ഒരു ശീലമായി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നാണു വയൽവാരത്തു നിന്നിറങ്ങിപ്പോയിട്ട് ദിവസങ്ങളേറെയായി. മുൻപെങ്ങും തുടർച്ചയായി ഇത്രയും നാൾ വീട്ടിൽ എത്താതിരുന്നിട്ടില്ല. ആലോചിച്ചപ്പോൾ കുട്ടിയമ്മയ്ക്ക് വലിയ സങ്കടമായി. മാടനാശാൻ പല ദിക്കുകളിലും പോയി അന്വേഷിച്ചു നോക്കി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ആ പിതൃഹൃദയം പുത്രവാത്സല്യത്തിൻ്റെ ആഴത്തിൽ കിടന്ന് പിടഞ്ഞു. നാണുവിൻ്റെ സ്വഭാവം അറിയില്ലേ? ഇപ്പോൾ ദേശസഞ്ചാരത്തിൻ്റെ വ്യാപ്തി ഏറിയിട്ടുണ്ടാവും. കൃഷ്ണൻ വൈദ്യർ സമാധാനിപ്പിച്ചു. എങ്കിലും ഞങ്ങൾക്ക് മറ്റാരാണുള്ളത്? ആ മാതാപിതാക്കളുടെ ഹൃദയ നൊമ്പരത്തിൻ്റെ ആഴം വൈദ്യർക്ക് നന്നായി ഗ്രഹിക്കുവാനായി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. നാണുവിനെക്കുറിച്ച് യാതൊരു വിവരവും അവർക്ക് കിട്ടിയില്ല. ഏതെങ്കിലും അമ്പലത്തിൽ ഭജനമിരിക്കുകയാവും, അല്ലെങ്കിൽ ഊരു ചുറ്റലിനിടയിൽ ഏതെങ്കിലും അന്യദേശത്തേക്ക് തീർത്ഥയാത്ര പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വിചാരിച്ചും ആശ്വസിച്ചും അവർ കാത്തിരിപ്പ് തുടർന്നു. എന്നാൽ ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ അത്രയും നാണുഭക്തൻ മറ്റെവിടേക്കും പോയിരിക്കുകയായിരുന്നില്ല. വിജനമായി കിടക്കുകയായിരുന്ന മണയ്ക്കൽ ക്ഷേത്രത്തിലും അതിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിനുള്ളിലുമായി വസൂരി രോഗം ബാധിച്ച്
ആരെയും അറിയിക്കാതെ ഏകനായി കഴിയുകയായിരുന്നു. വസൂരി അന്നൊരു മഹാരോഗവും പകർച്ചവ്യാധിയുമായിരുന്നതിനാൽ ആ രോഗത്തെയും രോഗിയെയും മറ്റുള്ളവർ വലിയ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. അത്തരം രോഗികളുമായി വീട്ടിലുള്ളവർ പോലും സഹവസിച്ചിരുന്നില്ല. മഹാവൈദ്യന്മാരുടെ പാരമ്പര്യ ചികിത്സ അത്യാവശ്യമായിരുന്ന സന്ദർഭമായിരുന്നിട്ടും നാണു ഒറ്റയ്ക്ക് ഉച്ചനേരത്തുകൂടി ആളുകൾ കയറുവാൻ ഭയപ്പെട്ടിരുന്ന ആ വനാന്തരത്തിനുള്ളിലും ക്ഷേത്രപുരയിലുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. പറങ്കിമാങ്ങകളും ചില കാട്ടുകിഴങ്ങുകളും പച്ചിലകളും ഉറവയിൽ നിന്നുള്ള ശുദ്ധജലവുമൊക്കെ ആഹരിച്ചു കൊണ്ട് നീണ്ട 18 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അതിനിടയിൽ ആര്യവേപ്പിലയും മഞ്ഞളും അരച്ച് കുഴമ്പ് പരുവമാക്കി കഴിക്കുന്ന സ്വയം ചികിത്സയും നടത്തുകയുണ്ടായി. രാവും പകലും മണയ്ക്കൽ ഭഗവതിയെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ കഴിയുന്നതിനിടയിൽ നാണുവിന് രോഗത്തിൻ്റെ ഭയാനകതയും തീവ്രതയും കഠിനവേദനയും ഒന്നും കാര്യമായി തോന്നിയിരുന്നില്ല. ആ രോഗകാലത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വൈരാഗ്യോത്പാദകം എന്ന കൃതി മുഴുവനും വായിച്ച് നാണു മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു. രോഗം നന്നായി ശമിച്ചുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നാണു 20ാമത്തെ ദിവസം കുളിച്ചു. അതിനുശേഷം വയൽവാരത്തേക്ക് പതുക്കെ നടന്നു. നാണുവിൻ്റെ മുഖത്ത് ചുവന്ന തെളിഞ്ഞ കിടന്നിരുന്ന വസൂരിക്കലകൾ കണ്ടവരെല്ലാം ശ്വാസമടക്കിപ്പിടിച്ച് അമ്പരന്നു നിന്നു. കുട്ടിയമ്മ മുറ്റത്തേക്ക് ഓടിയിറങ്ങി വന്ന് മകനെ കെട്ടിപ്പുണർന്നു. കരഞ്ഞു കലങ്ങിയ മാതാവിൻ്റെ കണ്ണുകൾ നാണു തൻ്റെ കരങ്ങൾ ഉയർത്തി മെല്ലെ തുടച്ചു. മാടനാശാൻ ഒന്നും പറയാനാവാതെ വിമ്മിഷ്ടപ്പെട്ടു നിന്നു. നാണുവിൻ്റെ മുഖത്തും ദേഹത്തുമാകെ വസൂരിക്കലകൾ കണ്ടപ്പോൾ അവർ കൂടുതൽ പരിഭ്രാന്തരായി തീർന്നു. നാണു, ഇത്ര നാളും വീട്ടിലെത്താതെ നീ എവിടെയായിരുന്നു? അയ്യോ, മുഖത്തൊക്കെ കാണുന്ന ഈ കലകൾ വസൂരിക്കലകൾ പോലുണ്ടല്ലോ. മാടനാശാന്റെ ആശങ്കയ്ക്കും സംശയത്തിനും നാണു ഒരു ചെറു പുഞ്ചിരിയോടെ മറുപടി നൽകി. എനിക്ക് കടുത്ത വസൂരി രോഗമായിരുന്നു. അത് ആർക്കും പകരാതെ ഇരിക്കാനും അത് കണ്ട് ആരും പരിഭ്രമിക്കാതെ ഇരിക്കാനുമാണ് ഞാൻ ഇവിടേക്ക് വരാതിരുന്നത്. ഈ ദിവസങ്ങൾ മുഴുവനും ഞാൻ മണയ്ക്കൽ ക്ഷേത്രത്തിലും കാട്ടിലുമായി ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. തൻ്റെ മുഖത്തെ വസൂരിക്കലകളിൽ പതിഞ്ഞ മാതൃകരങ്ങളിൽ നാണു മെല്ലെ തലോടി. നിന്നെ ആരാണ് ചികിത്സിച്ചത്? വിവരമറിഞ്ഞ് വയൽവാരത്തേക്ക് ഓടി വന്ന കൃഷ്ണൻ വൈദ്യർ പരിഭ്രമം മാറാതെ ചോദിച്ചു. മണയ്ക്കൽ ഭഗവതി. നാണു നിസ്സംഗനായി പറഞ്ഞു. അത് കേട്ട് അമ്മാവനും മാതാപിതാക്കളും ആശ്ചര്യ പരതന്ത്രരായി. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. വസൂരിയുമായി
ഒരു സൗഹൃദം. അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.